ഉപേക്ഷിക്കപ്പെട്ട പഴയ ആഡംബര കാർ ഉടമയെയും കാത്ത് പെരുവഴിയിൽ. ആഡംബര തികവിൽ തിളങ്ങിയിരുന്ന ബെൻസ് കാറാണ് ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ നാശത്തിന്റെ വക്കിലായത്. പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപം സംസ്ഥാന പാതയോരത്താണ് പഴയ ബെൻസ് കാർ അനാഥമായി കിടക്കുന്നത്. KL 05806586 എന്ന കൊല്ലം രജിസ്ട്രേഷൻ നമ്പറിലുള്ള വെള്ള ബെൻസ് കാറാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായത്. ഒരു വർഷം മുൻപാണ് പെരുമ്പിള്ളിശ്ശേരിയിലെ പെട്രോൾ പമ്പിന് സമീപം റോഡരികിൽ ബെൻസ് കാർ ഉപേക്ഷിച്ച ഉടമ കടന്നുകളഞ്ഞത്. വാഹനയാത്രികർക്ക് സഹായമായുള്ള മാർഗനിർദ്ദേശ ബോർഡിനും വൈദ്യുതി ട്രാൻസ്ഫോമറിനും സ്വകാര്യ ബാങ്കിന് മുന്നിലാണ് കാർ അനാഥമായി കിടക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞതോടെയാണ് പഴയ ആഡംബര കാർ ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. അനാഥമായി കിടന്നെങ്കിലും ആഡംബരക്കാരന്റെ തിളക്കം വഴി യാത്രക്കാരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. ദിവസം പിന്നിടും തോറും അടുത്ത ദിവസം ബെൻസ് കാറിനായി ഉടമ തിരിച്ചെത്തുമെന്നായിരുന്നു നാട്ടുകാർ കരുതിയത്. കാർ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട് ഇതിനകം ഒരു വർഷം പിന്നിട്ടിട്ടും വാഹനത്തിന്റെ ഉടമ ആരാണെന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഉപേക്ഷിക്കപ്പെട്ട ബെൻസ് കാറിന്റെ ഉടമ ആരാണ്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാർ ഉപേക്ഷിച്ചത് എന്നുള്ള ചോദ്യങ്ങളിൽ ഇനിയും വ്യക്തത കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ പെരുമ്പിളിശ്ശേരിയിൽ സംസ്ഥാന പാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട ബെൻസ് കാറിനെ കുറിച്ചുള്ള വിവരം ഇന്നും അജ്ഞാതമാണ്. മോഷ്ടിക്കപ്പെട്ട വാഹനമാണോ ഇതെന്ന സംശയവും നിലനിൽക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വെയിലും മഴയുമേറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന ബെൻസ് കാർ മറ്റു വാഹനയാത്രികർക്ക് അപകടാവസ്ഥയും സൃഷ്ടിക്കുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. ഇതിനിടെ അപകടാവസ്ഥയിൽ കിടക്കുന്ന കാറിന്റെ പല ഭാഗങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും പോസ്റ്ററുകളും പതിക്കാനുള്ള ഇടമായി മാറി. റോഡരികിൽ ബെൻസ് കാർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഉടമ ഇനിയെങ്കിലും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം വ്യക്തമായതിനാൽ ഉടമ ആരാണെന്ന് കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പോലീസും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരിക്കുകയാണ്. ഉടമയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ബെൻസ് കാർ സംസ്ഥാന പാതയോരത്ത് നിന്ന് നീക്കം ചെയ്ത് അപകടാവസ്ഥ ഒഴിവാക്കാനെങ്കിലും അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം.